തുടർച്ചയായിട്ട് ബിഗ് ബോസ് വീട്ടിലെ റൂൾസ് തെറ്റിക്കുന്ന ജിസേലിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസ് വീട്ടിലെ പുരുഷന്മാർക്കൊക്കെ ഭയമാണോ? ആദ്യം അനുമോള് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനത് അനുമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് മാത്രമാണ് കരുതിയതെങ്കിലും ഇപ്പോൾ അതേ സംശയം എനിക്കും തോന്നുന്നുണ്ട്. അതായത് ഇന്നലെ രാത്രി നമ്മുടെ ബിൻസിയോടും അതുപോലെ ശൈത്യയോടും ഒക്കെ ഇന്നലെ അനുമോള് ചോദിക്കുന്നുണ്ട്, ഇവർക്കൊക്കെ എന്താ അവളെ പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിലെ പുരുഷ കേസരികൾക്ക് ജിസേലിനെ ഭയമാണോ? എന്തിനാണ് അവർ ജിസേലിനെ ഭയപ്പെടുന്നത്? ലളിതമായ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഇന്ന് രാവിലെ അനീഷാണ് ജിസേലിന്റെ സ്ഥാനത്തെന്ന് കരുതുക. കിച്ചണിൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നു. അതിനുശേഷം ജിസേല് ഇന്ന് ചെയ്ത എന്താണ്? ജിസേലിന് സെപ്പറേറ്റ് ആയിട്ട് ഗോതമ്പ് തന്നെ വെച്ചിട്ട് ജിസേല് വേറൊരു ഐറ്റം ഉണ്ടാക്കി കഴിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ചപ്പാത്തി പോലത്തെ അങ്ങനെ എന്തോ ആണ്, അലുവ പൊറോട്ടയോ ഫോർട്ട് കൊച്ചി പൊറോട്ടയോ അങ്ങനെ എങ്ങാണ്ട് പൊറോട്ടയോ ചപ്പാത്തിയോ എന്താണ് ഉണ്ടായി കഴിക്കുന്നത്. അപ്പോൾ ഈ സാധനം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സ്ത്രീകളായിട്ടുള്ള സരിക ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികൾ തന്നെ ഇത് ശരിയല്ല, എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ള ഫുഡ് എടുക്കണം, ഒരാൾ മാത്രം സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഗോതമ്പ് ദോശയും പഞ്ചസാരയും തിന്നാൽ നിങ്ങൾക്കും അത് തിന്നാൽ മതി, തീർന്നു പോയെങ്കിൽ നിങ്ങൾ അത് തന്നെ ഉണ്ടാക്കണം, അല്ലാതെ വേറൊരു സാധനം ഉണ്ടാക്കി കഴിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചിട്ട് ഈ ഒരു ടോപ്പിക് എടുത്തിരുന്നു. ആര്യൻ ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം, ഒരു ഫ്രണ്ട്സ് ആണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റിയിടേ? വായിക്കകത്തൊക്കെ കൊഴുക്കട്ടയാണോ, ഉരുളക്കിഴങ്ങാണോ? എനിക്കറിയത്തില്ല. ബാക്കിയുള്ളവർ എന്തേ റിയാക്ട് ചെയ്യാത്തത്? സാധാരണ ഈ പോപ്കോൺ ഒക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ പൊട്ടിത്തെറിക്കുന്ന അപ്പാനിക്കൊന്നും ഒരു മിണ്ടാട്ടവും ഇല്ല. അതെല്ലാം പോട്ടെ, അവിടെ വന്നിരുന്ന് മിണ്ടാതെ എല്ലാം കേട്ടിട്ട് വളരെ സൗമ്യമായി സംസാരിക്കുകയാണ് നമ്മുടെ അക്ബർ. എന്ത് പറ്റിയ അക്ബറെ? വീരശൂര പരാക്രമമൊക്കെ എവിടെ പോയി? ജിസേലിനോട് ഫൈറ്റ് ചെയ്യാൻ എന്താ അക്ബറിനും പേടിയാണോ? അല്ല ഷാനവാസേ, എവിടെ പോയി എന്റെ രുദ്ര പൗരുഷമൊക്കെ? ജിസേലിനെ കണ്ടപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തോന്നുന്നില്ലേ? അതോ മാറിയിരുന്ന് കുറ്റം മാത്രമേ പറയുള്ളൂ? ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ജിസേലിനെ ഭയപ്പെടുന്നത്? എല്ലാത്തിനും ഇങ്ങനെ മറ്റേ മാലപ്പടക്കം പൊട്ടിത്തെറിക്കുന്ന സ്പീഡിൽ പൊട്ടിത്തെറിക്കുന്ന അഭിലാഷ് പോലും ജിസേലിന്റെ അടുത്ത് വളരെ സൗമ്യനാണ്. ജിസേലിന്റെ തെറ്റുകൾക്കെതിരെ അവിടെയുള്ള പുരുഷ കേസരികൾക്ക് പ്രതികരിക്കുകയേ വേണ്ട. അല്ല മക്കളെ, എന്താണ്? സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോ എന്താണ്? ജിസേലിന്റെ മുമ്പിൽ നിങ്ങളൊക്കെ മുട്ടുമടക്കിയോ? ശരിക്കും അവിടെ ജിസേലിനെതിരെ സ്ട്രോങ് ആയിട്ട് നെഞ്ചും വിരിച്ച് മുമ്പിൽ ഇറങ്ങിയെന്ന് ഗെയിം കളിക്കുന്ന ഏകയാള് എനിക്ക് തോന്നുന്നു അനുമോള് മാത്രമാണ്. അനുമോളുടെ ബലത്തിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് വേറെ ചില സ്ത്രീ മത്സരാർത്ഥികൾ ജിസേലിനെതിരെ ശബ്ദമുയർത്തി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അനുമോൾ ഒഴികെ അവിടെ ആർക്കും ജിസേലിനോട് ഫൈറ്റ് ചെയ്യാൻ ഒരു ധൈര്യമില്ലാത്തതാണോ, അതോ ജിസേലിനോടുള്ള അനുകമ്പ കൊണ്ടാണോ, ഇനി ജിസേലിന് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണെന്ന് കരുതിയിട്ടാണോ, അതോ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.